ഇപ്പോൾ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിലേക്ക് വരുന്നതിന് അദ്ദേഹം സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞു. അവിടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു. നിയമസഭയിലേക്ക് ഓർഡർ. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിന് 2 അംഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ മുഹമ്മദ് മുഹസിൻ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ. ശ്രീ മുഹമ്മദ് മുഹസിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള 2 പത്രികകൾ ആദ്യത്തേതിൽ ശ്രീ പിണറായി വിജയൻ നിർദ്ദേശിക്കുകയും ശ്രീ കെ രാജൻ പിന്താങ്ങുകയും രണ്ടാമത്തേതിൽ ശ്രീ പി പ്രസാദ് നിർദ്ദേശിക്കുകയും ശ്രീ പി കെ പ്രവീൺ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ്റെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള 3 പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ നിർദ്ദേശിക്കുകയും ശ്രീ സണ്ണി ജോസഫ് പിന്താങ്ങുകയും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും ശ്രീ കെ എം ഷാജി പിന്താങ്ങുകയും ശ്രീ മോൻസ് ജോസഫ് നിർദ്ദേശിക്കുകയും ശ്രീ അനൂപ് ജേക്കബ് പിന്താങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാന് വേണ്ടിയുള്ള പത്രികകൾ. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം നിയമാനുസൃതമാണ് എന്ന് കാണുന്നു. ഒന്നിലധികം അംഗങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സഭ വോട്ടെടുപ്പിലൂടെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതാണ്. ബാലറ്റ് പേപ്പർ ശ്രീ മുഹമ്മദ് മുഹസിൻ്റെ പേര് ആദ്യത്തേതായും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ്റെ പേര് രണ്ടാമത്തേതായും അച്ചടിച്ചിട്ടുണ്ട്. നിയമസഭാ അംഗങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ള ഈ സ്ഥാനാർത്ഥിയുടെ പേരിനെതിരെ ഒരു ഗുണനചിഹ്നമിട്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഗുണനചിഹ്നമില്ലാതെ മറ്റടയാളങ്ങളിട്ട് വോട്ട് രേഖപ്പെടുത്തിയാൽ പ്രസ്തുത ബാലറ്റ് പേപ്പർ അസാധുവായി കണക്കാക്കുന്നതാണ്. നിയമസഭയിൽ അംഗങ്ങളുടെ പേര് ഇരിപ്പിടത്തിൻ്റെ ക്രമത്തിൽ സെക്രട്ടറി ഇപ്പോൾ തന്നെ വിളിക്കുന്നതായിരിക്കും. ഓരോ അംഗവും തത്സമയം അധ്യക്ഷവേദിക്ക് സമീപം വന്ന് ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിച്ച ശേഷം സ്വസ്ഥാനത്ത് ഉപവിഷ്ടനാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം പേര് വിളിക്കുമ്പോൾ സഭയിൽ ഹാജരില്ലാത്ത അംഗങ്ങൾക്ക് പോളിംഗ് അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഭയിൽ ഹാജരാകുന്ന പക്ഷം വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകുന്നതാണ്. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് അതിനുള്ള നടപടിക്രമങ്ങൾ നിയമസഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു. നിയമസഭാ സെക്രട്ടറി ഇപ്പോൾ പേര് വിളിക്കും. അതിനനുസരിച്ച് ഓരോ അംഗവും വന്ന് അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. എന്തായാലും 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടാണ് വോട്ടെടുപ്പ് ആവശ്യമായി വന്നത്. ബാലറ്റിൽ 2 പേരുടെയും ഷാനിമോൾ ഉസ്മാൻ്റെയും അതുപോലെ CPIയിലെ കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ CPIയിലെ മുഹമ്മദ് മുഹസിനും തമ്മിലാണ് മത്സരം. 16 നിയമസഭയിൽ വിലക്കയറ്റം അടിയന്തര പ്രമേയത്തിൻ്റെ പിന്നാലെ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. UDF സ്ഥാനാർത്ഥിയായി ഷാനിമോൾ ഉസ്മാനും LDF സ്ഥാനാർത്ഥിയായി CPIയിലെ മുഹമ്മദ് മുഹസിനുമാണ് മത്സരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.